മൗലാന സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ ദിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെ ജനാസ വീട്ടിൽ നിന്നെടുത്ത് പള്ളിയിലേക്ക് കൊണ്ടുപോകുമ്പോ എത്ര ലക്ഷക്കണക്കിന് ജനങ്ങളുണ്ടോ അത്രയും ആളുകളുടെ മുകളിലൂടെ പച്ച പക്ഷികൾ അതാ പറന്നു പോകുന്നു. പക്ഷികളുടെ ആകൃതിയിൽ മലക്കുകൾ വരാറുണ്ട്. ഞങ്ങൾ കണ്ടത് കറുപ്പും വെളുപ്പുമുള്ള രൂപഭാവങ്ങളെയാണ് ബദറിൽ കണ്ടത്. മുശ്രിക്കുകൾ വരെ പറഞ്ഞിട്ടില്ലേ, അത് മനുഷ്യന്മാരെയല്ല ഞങ്ങൾ കണ്ടത്, വേറെ കുറെ രൂപങ്ങളാ കണ്ടത്. മലക്കുകളാണെന്ന് വിശ്വസിക്കാനും അവർക്ക് വഴിയില്ല. മലക്കുകളല്ലേ ആ വന്നത്, വിളക്കിന്റെ രൂപത്തിലല്ലേ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ മലക്കുകൾ വന്നത്. ഇതേ രൂപത്തിൽ പച്ച പക്ഷികൾ ആ ജനാസയുടെ കൂടെ നടക്കുന്ന ജനാവലിയെ പൊതിഞ്ഞു കൊണ്ടുപോകുമ്പോ ആ ഒരൊറ്റ കാഴ്ച കണ്ട് 40,000 ആളുകൾ ഇസ്ലാം ആശ്ലേഷിച്ചു. കാരണം അഹ്മദുൽ കബീർ ദിഫായി റളിയല്ലാഹു അൻഹു ഒരു സാധാ മനുഷ്യനല്ല. അവർക്ക് ബിശാറത്തേകാൻ, അവർക്ക് സന്തോഷമേകാൻ ഒരുപാട് അത്തരത്തിൽ ഉണ്ടാകാറുണ്ട്. ഏറ്റവും വലിയ ഖുർആൻ മുഫസ്സിറായ റഈസുൽ മുഫസ്സിരീൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയത് കാണാം. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ സ്വഹാബത്ത് കൊണ്ടുപോകുമ്പോ ഖബറിലേക്ക് വെക്കുന്ന സമയം ഒരു പക്ഷി അതാ കഫംപുടയുടെ ഉള്ളിലേക്ക് താഴോട്ട് ഇറങ്ങിയിട്ട് പിന്നെ ആ പക്ഷി പുറത്തേക്ക് വന്നത് കണ്ടിട്ടില്ല. ഖബറിലേക്ക് ജനാസ വെച്ചപ്പോ ഖബറിന്റെ ഓരത്തിരുന്ന് തൽഖീൻ ചൊല്ലി കൊടുക്കുന്ന ആളല്ല, ഓതുന്ന ആളാരും കാണുന്നില്ല. നമ്മളൊക്കെ സാധാരണ അങ്ങനെയാകട്ടെ എന്ന് വിചാരിച്ച് ഓതുന്ന ഓത്ത് ഖബറിലേക്ക് ജനാസ വെച്ചപ്പോഴേക്ക് യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. സുബ്ഹാനല്ലാഹ്, ആരാണിത് ഓതുന്നത്? എവിടെ നോക്കിയിട്ടും ഓതുന്ന ആളെ കാണുന്നില്ല. നമ്മളല്ലേ തൽഖീന്റെ ശേഷം അങ്ങനെ ഒന്ന് ചൊല്ലാറുള്ളത്, അവിടെ ചൊല്ലുന്ന ആളെ കാണുന്നില്ല. എന്താ വിളിച്ചു പറയുന്നത്? യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, അല്ലാഹുവിലേക്ക് സായുജ്യമടഞ്ഞ ആത്മാവേ, അല്ലാഹുവിലേക്ക് ഒതുങ്ങിച്ചേർന്ന ഇണങ്ങിച്ചേർന്ന ആവേശത്തോടെ ചെന്നു ചേർന്ന ശരീരമേ, ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ